ഇത്രയും നേരം ഗണേഷ് കുമാർ ആനക്കാരനും ഉത്സവ കമ്മിറ്റിക്കാരനുമെല്ലാം ആയിരുന്നെങ്കിൽ ഇനി സിനിമാക്കാരനാണ്. സിനിമാ മന്ത്രിയായിരിക്കെ വ്യക്തിപരമായ വിഷയത്തിൽ ആരോപണ വിധേയനായി ഗണേശൻ ഇറങ്ങുമ്പോൾ സിനിമ നല്ല വഴിയിൽ പച്ച പിടിച്ച് വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്നാണ് ഗണേശൻ തന്നെ പറയുന്നത്. അതിൽ പ്രധാനം എന്തിനാണ് സിനിമയ്ക്ക് വിതരണക്കാർ എന്നൊരു വിഭാഗം എന്നതാണ് ഗണേശൻ ചോദിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള കാറ്റഗറി ഒഴിവാക്കുന്നതാണ് സിനിമ രക്ഷപ്പെടാൻ. ഇപ്പം പറയുന്നുണ്ട് പ്രൊഡ്യൂസർ ഷെയർ, ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, തിയേറ്റർ ഷെയർ. എന്തിനാണ് 3 ഷെയർ? എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ടർ സിനിമയ്ക്ക്? ഇന്റർനെറ്റ് വഴി സാറ്റലൈറ്റിലൂടെയാണ് സിനിമ വരുന്നത്. ഇപ്പോൾ പ്രിന്റ് ഒന്നും കൊണ്ടുപോകണ്ടല്ലോ, പ്രിന്റ് പോകണ്ട, ഏജന്റ് കൂടെ പോകുന്നില്ല, ഒന്നുമില്ല. ടിക്കറ്റ് മെഷീൻ വന്നാൽ ടിക്കറ്റിൽ ഒരു കള്ളത്തരവും നടക്കില്ല. പിന്നെ ടിക്കറ്റ് മെഷീനും വന്ന് സാറ്റലൈറ്റ് വഴി സിനിമയും വന്നാൽ എന്തിനാണ് പിന്നെ ഈ ഇടയ്ക്കൊരാൾ? ഇപ്പൊ ഏതെങ്കിലും തിയേറ്ററിൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ ഈ ഡിസ്ട്രിബ്യൂട്ടറെ ആവശ്യമില്ല. അപ്പൊ ഈ ഷെയർ ലാഭം കിട്ടും കൂടുതൽ പ്രൊഡ്യൂസർക്ക്. തിയേറ്ററുകാരനും പ്രൊഡ്യൂസറും മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. സിനിമാ മന്ത്രിയായിരുന്നപ്പോൾ തിയേറ്ററുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം കൊണ്ടുവരാൻ ഇരിക്കുകയായിരുന്നു. എല്ലാം ഓക്കെ ആക്കിയെങ്കിലും ഇപ്പോൾ അതേക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ലെന്ന് ഗണേഷ് കുമാർ തന്നെ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിനിമാ തിയേറ്ററിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാം. റിസർവേഷൻ കൂപ്പൺ പ്രിന്റ് ചെയ്ത് 1 മണിക്കൂർ മുമ്പേ കൗണ്ടറിൽ കൊടുത്താൽ അത് ടിക്കറ്റ് ആക്കി മാറ്റാം. വീട്ടിലിരുന്നു കൊണ്ട് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഡോറിലേക്ക്, അത് മൊബൈൽ ഫോണിൽ വരും ബാർകോഡ്. ആ മൊബൈൽ ഫോണിൽ വരുന്ന ബാർകോഡുമായി സിനിമാ തിയേറ്ററിന്റെ ഡോറിലേക്ക് പോയി അവിടുന്ന് അത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അകത്തേക്ക് കയറി നിങ്ങൾക്ക് സീറ്റിലിരിക്കാനുള്ള സംവിധാനം വരെ ആ ടിക്കറ്റ് മെഷീനകത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട്. 36 ഇരിക്കുന്ന ആൾ സീറ്റിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാം. കാരണം ഇത് പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ആളകത്ത് കയറി എന്നുള്ളതാണ്. റിസർവ് ചെയ്യുന്ന സീറ്റിൽ ആളുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന സംവിധാനത്തോടെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കരുത്. സൗകര്യമാണ്. ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ ഇതുപോലെ കിയോസ്കുകൾ വെച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കഴിയണം. ടിക്കറ്റ് എത്ര റിസർവ്, വലിയ തിരക്കുള്ള രജനീകാന്തിന്റെ സിനിമ ഇറങ്ങുന്ന ദിവസവും നമുക്ക് നേരത്തെ വീട്ടിലിരുന്നുകൊണ്ട് ആ ടിക്കറ്റ് എടുക്കാനും കൗണ്ടറിൽ പോകാതെ ഗേറ്റിലേക്ക് പോകാനും കഴിഞ്ഞാൽ വലിയ സൗകര്യമില്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ സൗകര്യമാണത്. ആ മൊബൈലിലേക്ക് ടിക്കറ്റ് മൊബൈലിൽ വരും. പൈസ അടച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് മൊബൈലിലേക്ക് വരും. അത് കാണിച്ചാൽ മതി. എല്ലാം രാജ്യത്തുള്ള ടെക്നോളജി തന്നെയാണ്. ഇതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെല്ലാം ചെയ്യണം. കാരണം എന്താ പറയുക, അത് വരുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എഡിറ്ററുടെ ടേബിളിൽ നിന്ന് സിനിമ തിയേറ്ററിലേക്ക് പോകണം. ഡിസ്ട്രിബ്യൂട്ടറെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാരുടെ രഹസ്യമായിട്ട് സംസാരിച്ചാൽ പറയും, സംഘടന ചോദിച്ചാൽ പറയത്തില്ല. ഈ ഒരു ഇടത്തട്ടുകാരൻ്റെ ആവശ്യമില്ല. ലാഭത്തിനൊപ്പം കൊള്ളലാഭം കൊയ്യുന്ന പരിപാടിക്ക് ഭംഗം വരുന്ന എന്തിനെങ്കിലും ആരെങ്കിലും കൂട്ടു നിൽക്കുമോ? താങ്കൾ ഇങ്ങനെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നറിഞ്ഞ് ഏതോ വിതരണക്കാരനോ തിയേറ്ററുകാരനോ കൂടോത്രം ചെയ്തതാണ് മന്ത്രിസ്ഥാനം തെറിക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴൊന്ന് ആഞ്ഞു പിടിച്ചാൽ എപ്പോഴെങ്കിലും വീണ്ടും ഒരു സിനിമാ മന്ത്രിയാകാൻ പറ്റും. അതിന് വലിയ പിള്ളേച്ചനോട് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. സ്വയം കുരുക്കഴിക്കാനാകാതെ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എരുതിയിൽ എണ്ണ ഒഴിക്കൽ തുടർന്നുകൊണ്ട് ചെന്നിത്തലയും സുധീരനും. ഭരണത്തലവനായ മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? വന്നുകൊണ്ടിരിക്കുന്ന ഭരണ തകർച്ച, ഭരണസ്തംഭനം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനേ ഇടവരുത്തൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി. കശുവണ്ടി ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയ യൂത്ത് സമരക്കാരൻ അറസ്റ്റിന് വഴങ്ങിയില്ല. സംസ്ഥാനത്ത് ഇത് തകർപ്പൻ സമരങ്ങളുടെ സമയം. അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പോലീസുകാർക്ക് മുന്നിൽ അറസ്റ്റിനായി അപേക്ഷിച്ച് സമരക്കാർ. പൂരക്കമ്മിറ്റിയും ആനക്കമ്മിറ്റിയും ശക്തിപ്പെടുത്താൻ ഗണേശന്റെ നേതൃത്വത്തിൽ യോഗം. ഇന്ന് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ട ഒരു പിടിയാന മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ആനയ്ക്ക് ദയാവധം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവരൊക്കെ വീട്ടിൽ അച്ഛനമ്മമാർ വയസ്സാകുമ്പോൾ ദയാവധമാണോ നൽകുന്നത് എന്ന് അമ്മയ്ക്ക് കണ്ടുകൂടാത്തതുകൊണ്ട് അമ്മയ്ക്ക് ദയാവധം കൊടുക്കാമെന്ന് ചിന്തിക്കുമെന്ന മരബുദ്ധിയാണ് ഈ വാർത്തയുടെ പുറകിൽ.
ആനയെ എഴുന്നള്ളിച്ചതിന്റെ പേരിൽ വൈദികനെതിരെ കേസെടുത്തവരെ വെല്ലുവിളിച്ച് ഗണേഷ് കുമാർ. ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹം നടത്തിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് വൈദികന്റെ പേരിൽ ഇവിടുത്തെ കളക്ടർ കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കണം. ഈ കളക്ടർ എന്ന് പറയുന്ന ലോകത്ത് ദൈവമൊന്നുമില്ല. ഇതിന് മേളിൽ കോടതിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ട്. തനിക്ക് പകരം വാഴ വെക്കാൻ പറഞ്ഞവർക്കും ഗണേശിന്റെ മറുപടി. എൻ്റെ പൊന്നു സഹോദര, ഞങ്ങൾ പണ്ടേ വാഴ വെച്ചതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ വാഴ വെക്കേണ്ട സമയത്ത് വാഴ വെച്ചിരുന്നെങ്കിൽ നിന്നെ പോലുള്ളമാരിത് പറയാൻ ഈ രാജ്യത്ത് ജനിക്കില്ലായിരുന്നു. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.